കണക്കാ. ജീവിതത്തിൽ എന്തേലും ഒന്ന് ആവണമെന്ന് വിചാരിച്ചാ തടസ്സമായിട്ട് വന്നു നിന്നോളും. ഇതിന്റെയൊക്കെ കൂടെ ജീവിക്കേണ്ടി വരുന്നത് എന്ത് തെറ്റ് ചെയ്തിട്ടാണെന്നാ മനസ്സിലാകാത്തത്. നോക്കിക്കോ, ഒന്നിനെ ഞാൻ വെറുതെ വിടുന്ന വിചാരിക്കട്ടോ, ഒന്നിനെ. അറിഞ്ഞ് എല്ലാരും അമ്മ എന്താ മോനെ? അമ്മ കരയാണോ? എന്തെറ്റി? കാര്യമൊന്നുമല്ല, നീ വന്ന കാര്യം പറ. അമ്മ കള്ളം പറയല്ലേ. അമ്മ കണ്ട എനിക്ക് മനസ്സിലാവും. എന്താ കരയാണോ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? 2-3 ദിവസം കഴിഞ്ഞാൽ ശ്രദ്ധിക്കുകയാണല്ലോ. അമ്മക്ക് എന്തോ വിഷമം പോലെ. എന്തെറ്റി? അമ്മ മോനോടൊരു കാര്യം പറയാം. പഠിച്ച് ജോലി വാങ്ങിച്ചിട്ട്, അല്ലെങ്കിൽ ജീവിതത്തിലെ ലക്ഷ്യം എന്താണോ അത് നേടിയെടുത്തിട്ട് നീ വേറെ എന്തിനെ കുറിച്ചും ആലോചിക്കാൻ പാടുള്ളൂ. അമ്മയുടെ അവസ്ഥ തന്നെ മോൻ കാണുന്നില്ലേ? ഒരു ഗവൺമെന്റ് ജോലി കിട്ടണം എന്നുള്ള ആഗ്രഹം എന്ത് ചെയ്തിട്ടും നടക്കുന്നില്ല. ഇനി ഏതെങ്കിലും ഒരെണ്ണം അങ്ങ് ശരിയായി വന്നപ്പോഴത്തേക്കും കൂടെ നിൽക്കേണ്ടവർ തന്നെ തടസ്സം നിന്നേക്കുക. അമ്മ നറുക്കിട്ടപ്പോൾ അമ്മയുടെ പേര് കിട്ടണമെന്നായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹം. ഇടയ്ക്ക് ഞാൻ അമ്മയെ കളിയാക്കുമെങ്കിലും അമ്മയ്ക്ക് ജോലി കിട്ടുന്ന എനിക്കും ആഗ്രഹം. അമ്മ പേടിക്കണ്ട, അമ്മയ്ക്ക് ഒരു ദിവസം എന്തായാലും ജോലി കിട്ടും. എനിക്ക് ജോലി കിട്ടും, അത് ഉറപ്പാ. എന്റെ ശ്രമങ്ങളൊന്നും വെറുതെ ആവില്ല. ഞങ്ങൾക്ക് ഉറപ്പാ അമ്മ. അമ്മ ഇടയ്ക്ക് പറയാറില്ലേ ചിലപ്പോൾ നല്ല എന്തെങ്കിലും സംഭവിക്കാനായിരിക്കും ഇങ്ങനെ തടസ്സങ്ങളൊക്കെ വരുന്നെന്ന്. അങ്ങനെ ആയിരിക്കും. മോള് ചെല്ല്, അമ്മ കുറച്ചേരം ഒറ്റയ്ക്ക് ഇരിക്കട്ടെ. ചെല്ല്. സ്ട്രോങ് ആയിട്ടിരിക്കാം അമ്മ. എവറിത്തിങ് വിൽ ബി ഫൈൻ. മോള് പഠിത്തത്തിലൊന്നും ഉഴപ്പരുത് കേട്ടോ. ഇല്ല അമ്മ. നിനക്ക് ലൈഫ് ആംബിഷൻ ഒന്നുമില്ലേ? ഉണ്ടമ്മ, ഞാൻ അത് പറയാം. അമ്മ പിന്നെയും പറയാ, നിന്റെ അംബീഷന് വേണം നീ പ്രാധാന്യം കൊടുക്കാൻ. അത് നീ നേടിയെടുത്തോ, ബാക്കിയുള്ളതൊക്കെ അതിന് പുറകെ വന്നോളൂ കേട്ടോ. ഓക്കെ അമ്മ. മക്കള് ചെല്ല്, റെസ്റ്റ് എടുക്കട്ടെ. ആവണി, സോറി മോനേട്ടോ. ഞാൻ അഞ്ചുമായിട്ട് വഴക്കിട്ടിരിക്കായിരുന്നു. അത് കഴിഞ്ഞോടെ നിങ്ങൾ കയറി വന്നത്. അതുകൊണ്ട് എനിക്ക് മര്യാദയ്ക്ക് നിങ്ങളോടൊന്നും സംസാരിക്കാനും പറ്റിയില്ല. സോറി. അപ്പൊ അതറിഞ്ഞില്ലല്ലേ? അത് സാരമില്ല, അതെനിക്കറിയാലോ. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയും, അത് മൈൻഡ് ചെയ്യണ്ട കേട്ടോ. ആവണി നല്ല സ്ട്രോങ് ലേഡിയല്ലേ, ഇനി കരയരുത് കേട്ടോ. വാ നമുക്ക് പോവാം, ഒത്തോട്ടോ വാ. ഹലോ. ഇപ്പോഴും നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനെ പൂർണ്ണമായും വിശ്വസിക്കുന്നുണ്ടല്ലേ? തനിക്കിത് എന്തിന്റെ കേടാ? ആവണി, നിങ്ങൾ ഇത്രയും വിശ്വസിക്കുന്ന നിങ്ങളുടെ ഭർത്താവ് രാത്രി കരിയില വാരിയിട്ട് കത്തിച്ചത് എന്തിനാണ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അയാൾ ചതിയനാണ്. നിങ്ങളറിയാതെ നിങ്ങളുടെ ചോര ഊറ്റി പിടിക്കുന്ന ചെന്നായാണ് അവൻ.